നമ്മുടെ വിഷയം സത്യം മാത്രം പറഞ്ഞു മുന്നോട്ട് പോവുക. അൽ മുഅ്മിനു ലാ യക്ദിബ്, മുഅ്മിൻ കള്ളം പറയൂല. പ്രിയമുള്ള സഹോദരന്മാരെ, നൗഷാദ് ഇപ്പോൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്ത്? മുഅ്മിനീങ്ങൾ ഒരിക്കലും കളവ് പറയില്ല എന്നുള്ളത്. പക്ഷേ നൗഷാദ് കളവ് പറയും. കാരണം എന്താ? നൗഷാദിൻ്റെ ഈമാനിൻ്റെ അളവ് എത്രത്തോളമാണെന്ന് നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും നൗഷാദിൻ്റെ ഒന്ന് രണ്ട് തെരഞ്ഞെടുത്ത ഏറ്റവും മുന്തിയ ഒന്ന് രണ്ട് കളവുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നൗഷാദ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, AP ഉസ്താദിനെതിരെ പറഞ്ഞ കളവ് നൗഷാദ് പറയട്ടെ. അതേ പത്രസമ്മേളനത്തിൽ അബൂബക്കർ മുസ്ലിയാർ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ജഡ്ജിനോട് ആവശ്യപ്പെട്ടു ഇത് മാറ്റിവെക്കാൻ. ജഡ്ജിനോട് മൂപ്പര് ഇവിടുന്ന് പറഞ്ഞതാരാണ്? അതൊന്ന് പറയട്ടെ മൂപ്പര്. സാധാരണ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ കാശ് കൊടുത്തിട്ടുണ്ട് നമ്മളെ മകനെ കൊലപ്പെടുത്തി രക്ഷപ്പെടുത്താൻ പോകണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടാകുമല്ലോ. അതുപോലെ അവർ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലേ, അവരുമായി സംസാരിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല. അത് സംസാരിക്കാൻ ഉള്ള ആളുകൾ അവിടുത്തെ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരും ജഡ്ജിമാരുമായി സംസാരിച്ചിട്ടാണ് ഇങ്ങനെ നീട്ടിവെക്കാൻ അവർ ഉത്തരവിട്ടിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെന്റിനെ ഈ കാര്യം മറ്റേ പറഞ്ഞു കൊടുക്കുക, അതിങ്ങനെ പ്രശ്നമാണ്, ഗവൺമെന്റിനെ കൂട്ടിയാക്കി. അതിൻ്റെ ഇടയിൽ പറഞ്ഞാണ്ടോ അവിടുത്തെ പണ്ഡിതന്മാരും ഞങ്ങളും ജഡ്ജിനോട് സംസാരിച്ച് മാറ്റിവെപ്പിച്ചു എന്നാണ്. പണ്ഡിതന്മാരും ഞങ്ങളും എന്ന് ഉസ്താദ് പറഞ്ഞിട്ടില്ല. അത് നിന്റെ വക കൂട്ടിയതാണ് നൗഷാദെ. ഉസ്താദ് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. സംസാരിക്കാൻ ഉള്ള ആളുകൾ അവിടുത്തെ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരും ജഡ്ജിമാരുമായി സംസാരിച്ചിട്ടാണ് ഇങ്ങനെ നീട്ടിവെക്കാൻ അവർ ഉത്തരവിട്ടിട്ടുള്ളത്. ഒന്നുകൂടെ വൾഗറായിട്ട് ഇതിനെ കൂട്ടി മാറ്റുന്ന കളവ് പറയുന്ന രംഗം നൗഷാദ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് ജഡ്ജിനോട് സംസാരിച്ച് എന്ത് ചെയ്തു എന്നാണ് മൂപ്പര് അതിൻ്റെ ഡേറ്റ് നീക്കി എന്നാ പറയുന്നത്. വളരെ ശ്രദ്ധേയമായ കളവല്ലേ അതൊക്കെ. ഒരു നാട്ടിലെ പരമോന്നത കോടതിയുടെ ജഡ്ജിനോട് വിദേശത്തുള്ള ഒരാൾ സംസാരിച്ചിട്ട് ഡേറ്റ് മാറ്റി എന്നൊക്കെ പറഞ്ഞത് ആരോടാ നിങ്ങൾ ഈ വിടുന്നതൊക്കെ? അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുമോ ജഡ്ജിനെ? അത് വേറൊരു കാര്യമാണല്ലോ. എങ്ങനെയുണ്ട് കളവ്? കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അരീക്കോട് നടന്ന വമ്പിച്ച വേറെ ഒരു കളവുണ്ട്, അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നൗഷാദ് വരട്ടെ. അപ്പൊ ഇനി മാത്രമല്ല കേട്ടോ, മൊയിലേര് അടുത്ത കളവ് പറയും നോക്കി. ഇന്നലെ എറണാകുളം പ്രസംഗത്തിലെ അടുത്ത കളവ് മൂപ്പര് പറയാണ്, ഒരാളെ കൊല ചെയ്യപ്പെട്ട് വിധി വന്നാൽ കൊല തിരിച്ചു കൊല്ലാണല്ലോ. അപ്പൊ അതില് പ്രായശ്ചിത്തം ദിയത്ത് നൽകി ഒഴിവാക്കാമെന്ന നിയമമുണ്ടെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. എന്താണ് ഇതിനൊക്കെ ഞാൻ പറയാണ്, വളരെ മോശമായി. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആളാരാന്നറിയും? ഇന്റർനാഷണൽ ദായിയാണ്. യമനി പണ്ഡിതർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഉസ്താദ് പറഞ്ഞു എന്നാ പറയുന്നത്. ആ ഉസ്താദ് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ യമനിലെ സ്ത്രീയെ സംബന്ധിച്ച് തൂക്കിക്കൊല്ലാൻ കഴിഞ്ഞ 16-ാം തീയതി കൊല്ലുമെന്ന് ഉള്ള വാർത്തകൾ അറിഞ്ഞപ്പോൾ ഞാൻ അതിലൊന്നും ഇടപെട്ടതല്ല, നിയമപരമായി ഇടപെട്ടതല്ല. പക്ഷേ അവിടുത്തെ പണ്ഡിതന്മാരെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇസ്ലാം മതത്തിലൊരു നിയമമുണ്ടല്ലോ, ദിയത്ത് കൊടുത്താൽ വിട്ടുകൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട് എന്ന് ഇസ്ലാം മതത്തിലൊരു നിയമമുണ്ടല്ലോ. ആ നിയമം നിങ്ങൾ അവിടുത്തെ ജഡ്ജിയോടും മറ്റ് ജനങ്ങളോടും പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഈ കുടുംബങ്ങളെ വിളിച്ചൊന്ന് സംസാരിച്ച് അവർക്ക് എന്ത് കൊടുക്കണമെങ്കിലും കൊടുക്കാൻ ഇവിടെ തയ്യാറാണ്. അതിനാളുകൾ ഇവിടെ ഉണ്ട്. ഒരു മനുഷ്യൻ എന്ന ഒറ്റ നില മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത്.
ഇനിയാണ് നൗഷാദ് പറഞ്ഞ ആദ്യം പറഞ്ഞ ഉപദേശം കേൾക്കേണ്ടത്. നമ്മുടെ വിഷയം സത്യം മാത്രം പറഞ്ഞു മുന്നോട്ട് പോവുക. അൽ മുഅ്മിനു ലാ യക്ദിബ്, മുഅ്മിൻ കള്ളം പറയൂല. മുഅ്മിനീങ്ങൾ ഒരിക്കലും കളവ് പറയുകയില്ല. പക്ഷെ നൗഷാദ് ഈ പറഞ്ഞതൊക്കെ എന്താണ്, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നൗഷാദ് പറഞ്ഞ പ്രസംഗങ്ങൾ നൗഷാദ് തന്നെ ഒന്ന് ഇരുന്ന് കേട്ടാൽ നൗഷാദിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും ഒരു മനുഷ്യനോടുള്ള അമർഷം ഇത്രത്തോളം അതിര് കടക്കുന്നത് അത് വളരെ മോശമാണ്, ഇതൊന്നും ശരിയല്ല എന്നാണ് നൗഷാദിനോട് ഉപദേശിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവൻ്റെയും കൂട്ടാളികളുടെയും ഷെറിൽ നിന്ന് നമ്മളെ കാക്കട്ടെ.